ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിലെ പുതിയ അതിഥിയെക്കുറിച്ചാണ് കേട്ടോ. ഇത് ഓർക്കിഡ് പ്രേമികൾക്കറിയാം, ഫോക്സ് ടെയിൽ ഓർക്കിഡ് അല്ലെങ്കിൽ റിംഗോസ്റ്റൈലിസ് റെറ്റൂസ എന്ന് പറയും. ഞാൻ കുറേ നാളുകളായി ഇതൊന്ന് ഗാർഡനിൽ കൊണ്ട് വെച്ചിട്ട് ഇത് പൂക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ശരിക്കും എത്ര വളം കൊടുത്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ്. അതിപ്പോൾ നമ്മൾ മറ്റ് ഡെൻഡ്രോബിയ ഓർക്കിഡിനൊക്കെ കൊടുക്കുന്ന പോലെ ഞാൻ 7 ദിവസം കൂടുമ്പം ഗ്രോത്തിനുള്ളതും പൂക്കാനുള്ളതും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ അത് വളർച്ച വളരെ പതുക്കേ ഉള്ളൂ. ഇത് ഞാൻ ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത്, തെങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വേരുകളൊക്കെ നല്ല വലിപ്പത്തിൽ വന്നിട്ട് കണ്ടില്ലേ, ആ തെങ്ങിൻ്റെ കുറേ പൊക്കത്തിൽ പോകും. തെങ്ങിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ വേരുകൾ. അപ്പോൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വാൻഡ ഓർക്കിഡിനെയൊക്കെ പോലെ ആവും. മരമാണ് അതിന് കൂടുതൽ അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മരവാഴ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ, വാൻഡ എന്ന് പറയും. ശരിക്കും അതേപോലെ ഇരിക്കുമെങ്കിലും അതല്ല നമ്മുടെ ഫോക്സ് ടെയിൽ ഓർക്കിഡ്. ഇതും എൻ്റെ ഗാർഡനിലെ മറ്റൊരു പുതിയ ഇനമാണ്, അതായത് ഡെൻഡ്രോബിയം ഫാർമറി എന്ന് പറയും. ഇത് ഇതുവരെ പൂത്തിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ഓർക്കിഡാണ്. നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂവിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ മകള് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നതാണ്. നന്നായിട്ട് വേരുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നിൽക്കുകയാണ്. ഇനി അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഫോക്സ് ടെയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മരം തന്നെയാണ്. ചട്ടിയിൽ വെക്കുന്നതിനേക്കായി കൂടുതൽ നന്നായിട്ട് വളരുന്നത് മരത്തിൽ നമ്മൾ വയ്ക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഞാൻ ഇത് മരത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് എപ്പോഴും നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞ് വെയിലും ഒക്കെ കൊണ്ട് അതേ രീതിയിലാണത് നിൽക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ കൂമ്പ് ചീയലോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ് കേൾക്കാറുണ്ട് ഫോക്സ് ടെയിൽ കൂടുതൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കൂമ്പ് ചീയാറുണ്ടെന്ന്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വെച്ച സമയം മുതൽ തെങ്ങിലായതുകൊണ്ട് എപ്പോഴും മഴ നനഞ്ഞും അത്യാവശ്യം നല്ല വെയിലും കിട്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ അതിനങ്ങനെയുള്ള കൂമ്പ് ചീയൽ രോഗമൊന്നും വന്നിട്ടില്ല. പൂക്കൾ ഉണ്ടാകുന്നതാണെങ്കിലും വർഷത്തിൽ ഒന്നല്ലെങ്കിൽ 2 തവണയേ പൂക്കൾ ഉണ്ടാകാറുള്ളൂ. എൻ്റെ ചെടി പുതിയ ചെടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ പൂക്കളൊക്കെ കൂടുതൽ നീളം അങ്ങനെയില്ല. സാധാരണ നമ്മുടെ ഈ ആനയുടെ തുമ്പിക്കൈ എന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല നീട്ടമുള്ള പൂക്കുലകളായിരിക്കും. അതുപോലെ നമ്മുടെ ഡെൻഡ്രോബിയ ഓർക്കിഡ് പോലെയുള്ള പൂക്കളല്ല ഫോക്സ് ടെയിലുള്ളത്. അത് ആ ഒരു കുല തിങ്ങി അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള പൂക്കളാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഞാൻ ഫെർട്ടിലൈസർ എപ്പോഴും മാറി മാറി ചെടികൾക്കെല്ലാം കൊടുക്കാറുണ്ട്. അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഒരു വളം തന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നതിനോട് അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് 19-19 നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഫ്ലവർ ബൂസ്റ്റർ കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ഫ്ലവർ ബൂസ്റ്റർ ഏതാണെന്നുള്ളത് നേരത്തെയുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 19-19-19 ഫ്ലവർ ബൂസ്റ്ററും കൂടി ചേർത്തിട്ടാണ്, ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഡെൻഡ്രോബിയ ഓർക്കിഡൊക്കെ പോർച്ചിൻ്റെ സൈഡിൽ ഷെയ്ഡിൽ അങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അതൊക്കെ ഇനിയും ഒരു ചെറിയ മാറ്റം വരുത്തണമെന്നുണ്ട്. കാരണം ഓർക്കിഡ് കൂടുതൽ എണ്ണത്തിൽ കൂടുതലായി. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെടി വെക്കാനായിട്ട്, ഓർക്കിഡ് വെക്കാൻ മാത്രമായിട്ടൊരു 3 നിര അങ്ങനെ സ്റ്റാൻഡ് പോലെ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറേ ഓർക്കിഡ് എൻ്റെ ചട്ടിയിൽ നിന്നിട്ട് ശരിയാകാതെ, അതായത് വേരുകളൊക്കെ ഒന്ന് പോയി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ തെങ്ങിൽ ഇതേപോലെ ഈ നെറ്റ് ഉപയോഗിച്ച്, നമ്മുടെ ഈ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് ഒന്ന് കെട്ടി വെച്ചിരിക്കുക. അത് വേറെ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ നെറ്റ് ഞാൻ അതിൽ നിന്ന് അഴിച്ചു മാറ്റും. ഞാൻ നേരത്തെയുള്ള എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കരി അതുപോലെ തൊണ്ടിൻ കഷ്ണങ്ങളേക്കായി കൂടുതൽ പെട്ടെന്ന് വേരുകൾ നന്നായിട്ട് നമ്മുടെ ഈ ഗ്രീൻ നെറ്റിൽ ഇറങ്ങുകയും ചെയ്യും. നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇതിപ്പോൾ വേര് അതിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേര് പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രീൻ നെറ്റ് ഞാൻ അഴിച്ചു മാറ്റും. അങ്ങനെ പോയ കുറേ ചെടികൾ ഞാൻ ഈ തെങ്ങിൽ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ വേരുകളും ഒക്കെ വന്നിട്ട് നന്നായിട്ടത് വരുന്നുണ്ട്. കുറച്ച് ഓർക്കിഡ് ഞാൻ നിലത്ത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുകയില്ല. അതുപോലെ അങ്ങ് വലിയ വലിപ്പമാകുന്ന ഓർക്കിഡാണ്. ഡെൻഡ്രോബിയം തന്നെയാണ്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചട്ടിയിൽ നിലത്ത് വെച്ചിരിക്കുക. ഇത് വെച്ചിട്ടിപ്പോൾ ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. പക്ഷേ എന്നാലും വേരുകൾ ഞാൻ നോക്കുമ്പോൾ വേരുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കൊരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 3 നിര സ്റ്റാൻഡ് തട്ട് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓർക്കിഡ് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ, ഒരു നിര മാത്രമേ അങ്ങനെ ഇടാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ചെടികൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 നിര അങ്ങനെ സ്റ്റാൻഡ് പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ വെക്കുകയും ചെയ്യാം. കാറ്റടിച്ച് അത് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി ചട്ടിയാ നെറ്റിൽ. അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള എൻ്റെ മേക്ക് ഓവർ, ഗാർഡൻ മേക്ക് ഓവർ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ. ഞാൻ ഫെർട്ടിലൈസർ എപ്പോഴും മാറി മാറിയാണ് കൊടുക്കാറുള്ളത്. 19 കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഗ്രീൻ കെയർ, യെല്ലോ കെയർ കൊടുക്കാറുണ്ട്. ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ മഴ സമയത്ത് ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാറില്ല. കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു ചെറിയ തൈ വെച്ചതാണ്, ഫെലനോപ്സിസ്. കണ്ടില്ലേ, അതിലൊരു പൂക്കല വന്നിട്ട്. കൂടുതൽ പൂക്കളില്ല, എണ്ണത്തിൽ 2 ഉള്ളൂ. ഇതാണ് 19 ഞാൻ ഡൈല്യൂട്ട് ചെയ്തതാണ്. അതിൽ ഞാൻ ഫ്ലവർ ബൂസ്റ്റർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ എന്നിട്ട് പിന്നീട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ വളങ്ങളും 7 ദിവസം കൂടുമ്പോഴാണ് ചെയ്ത് കൊടുക്കാറ്. കൃത്യമായിട്ട് 7 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്.